എടപ്പള്ളിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എടപ്പള്ളി പള്ളിയിൽ നിന്നും 800 മീറ്റർ, ലുലു മോളിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുമായിട്ട് ഹൈലി റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ലാൻഡ് ഏരിയ വരുന്നത് 5 സെൻറ്റ് 500 ലിങ്സ് ലാൻഡ് ഏരിയ ആണ്. 2600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എലവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായുള്ളൊരു ബോക്സ് ഡിസൈനും നല്ലൊരു കളർ ടോണിലുമാണ് ഇതിൻ്റെ എലവേഷൻ ഒരുക്കിയിരിക്കുന്നത്. നേരെ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോർച്ചിനകത്ത് തന്നെയായിട്ട് 2 വലിയ വാഹനങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, അതായത് വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇത് കൂടാതെ സൈഡിൽ ഭംഗിയായിട്ടാണ് റിവർ സ്റ്റോണും പ്ലാന്റ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് 2ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗേറ്റും കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൊടുത്തുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഈ ഭാഗത്തെല്ലാം ഭംഗിയായിട്ട് പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിരിക്കുകയാണ്. വീടിൻ്റെ 2 സൈഡിലായിട്ട് പ്ലാന്റ്സുകൾ കൊടുത്തിരിക്കുകയാണ്. റിവർ സ്റ്റോണൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ ദർശനം വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ഇതിൽ നാച്ചുറൽ സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ പില്ലറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. നേരെ അകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ്. അകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ഫേസും അതുപോലെ തന്നെ വീടിൻ്റെ ഡോറിൻ്റെയും ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. ഭംഗിയായിട്ട് പാനലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ടൈലിൻ്റെ പാറ്റേൺ വരുന്നത് മാറ്റ് ടൈലാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെ വലിപ്പമുള്ള വിൻഡോസ് വന്നിരിക്കുന്നു. ഇതേ സെയിം ഡിസൈനിലുള്ള വിൻഡോസാണ് മേലെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് വേണ്ടുവോളം കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അപ്പർ ലിവിങ് സ്പേസിൽ നിന്നൊരു വ്യൂവും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരികയും ചെയ്യും. ഇനി ഈ ഭാഗത്തേക്ക് വരാം, അതായത് TV സ്പേസിലേക്ക് വരാം. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ഫൗണ്ടനും വരുന്നുണ്ട്. നേരെ ഫൗണ്ടനിലേക്ക് വരാം. ധാരാളം പ്ലാന്റ്സ്, നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് UPVCയിൽ ടഫൻഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സൈഡ് വശങ്ങളെല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫൈബർ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മേലെ ഗ്ലാസ് പോർഷൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് വീണ്ടും നമുക്ക് പുറം സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ലിവിങ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് പോവാം. ഈ കയറി വരുന്ന റൈറ്റ് സൈഡ് തന്നെയായിട്ട് നാച്ചുറൽ സ്റ്റോണിലൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഫോർമൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും ഹാങ്ങിങ് ലൈറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയായിട്ട് പെബിൾ വിരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നാച്ചുറൽ പ്ലാന്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കയറി വരുന്ന എൻട്രൻസിന് മേലെയും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ വിത്ത് ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് സൈഡാണിത്. വെസ്റ്റ് സൈഡിൽ വലിപ്പമുള്ള വിൻഡോസ് വരുന്നു. ഇതും ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. അത് സ്റ്റെയർ കയറി വരുന്ന ഭാഗമാണ്. ഇവിടെയും ടേബിൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് സ്റ്റെപ്പിനടിയിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓപ്പൺ കിച്ചണായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ ഒരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കുകളെല്ലാം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി വാഷ് കൗണ്ടറിലേക്ക് വരാം. ബ്ലാക്ക് കളർ ഡിസൈനിലാണ് സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെയും കൂടിയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊണ്ട് ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. നേരെ കിച്ചണിലേക്ക് വരാം.
കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ സ്പേസും ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ടാപ്പും ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരാം. ഇങ്ങനെ കുറേ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലിപ്പമുള്ള ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതുമാണ്. അപ്പം ഇവിടെ എല്ലാം നമുക്ക് നാനോവൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ വയ്ക്കാനുമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകളും വരുന്നുണ്ട്. ഇനി യൂട്ടിലിറ്റി സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും ഒരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം പവർ പോയിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അതായത് നോർത്ത് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. മേലെ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം കവർ ചെയ്തിരിക്കുന്നു. ധാരാളം പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ചെടി കൊടുത്തിട്ടുണ്ട്. റിവർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പേവിങ്ങിന് കടപ്പക്കല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിന് കിണറും വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്ഥാനത്ത് തന്നെ കിണർ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഇനി ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. സൗത്ത് വെസ്റ്റ് കോർണറാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് വെസ്റ്റ് സൈഡ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസ്, മേലെ ഫാൾ സീലിംഗ് വർക്ക്, ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡും കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെ ഹിഡൻ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ വയ്ക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു മിററും കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് അകത്തേക്ക് സ്ലൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പം ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് കൗണ്ടർ ക്യൂട്ടായിട്ടൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇതൊക്കെ വന്നിരിക്കുന്നത് ഏത് കമ്പനിയാണെന്ന് കൂടി നോക്കാം. ഇതിപ്പം സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഗബ്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിൻ്റെ ഫ്ലഷ് ടാങ്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡയവേർട്ടർ, റെയിൻ ഷവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ സോപ്പ് ട്രേയും ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. പതിനൊന്നടി വീതിയും 12 അടി നീളമുള്ള ബെഡ്റൂമാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡ് ഇതിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയറിൻ്റെ ഡിസൈൻ തന്നെ നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. മാത്രമല്ല സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലേക്ക് കയറാം. ഒരു ഭിത്തി പൂർണ്ണമായിട്ടും, അതായത് വെസ്റ്റ് സൈഡിലെ ഭിത്തി പൂർണ്ണമായിട്ടും വാൾപേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ നിന്നും മേലെ വരെ. ഇതാണ് വെസ്റ്റ് സൈഡ്. ഇത് പെർഗോളയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ വന്നിരിക്കുന്നു. അപ്പർ ലിവിങ്ങിലേക്ക് കയറുകയാണ് നമ്മൾ. 2 സെക്ഷനായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്ക് TV സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോഫ സെറ്റ് ഇടാം, ടീപ്പോ ഇടാം. മേലെ ഫാൻ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെയും വലിപ്പമുള്ള വിൻഡോസ് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ അയൺ ടേബിൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയൺ ബോക്സ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഡി ഏരിയയിലേക്ക് വരാം. ഇങ്ങനെ ഇവിടെ ബുക്ക് ഷെൽഫും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സ്റ്റഡി ടേബിളായിട്ടോ അല്ലെങ്കിൽ വർക്ക് സ്പേസ് ആയിട്ടോ ഒക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ അതേ ബെഡ്റൂം സ്പേസ് തന്നെയാണ് മേലെയും കിട്ടിയിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ള കബോർഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ്. ഫുള്ള് ടൈലോട്ട് ചിരിക്കുകയാണ്. എക്സോസ്റ്റ് ഫാൻ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അതായത് കൗണ്ടർ വാഷ് ബേസിനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഡയവേർട്ടർ, റെയിൻ ഷവർ
എല്ലാം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളുടെയും ഡോറ് വന്നിരിക്കുന്നത് തടിയിൽ തന്നെയാണ്. 4ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 12.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതാണ് ഈസ്റ്റ് സൈഡിലേക്ക്, അതായത് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിപ്പമുള്ളൊരു വിൻഡോയാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാവുന്നതുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും വരുന്നുണ്ട്. സെയിം ഡിസൈനിലുള്ള കബോർഡാണ്, താഴത്തെ അതേ ഡിസൈനിലുള്ള കബോർഡാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഓപ്പൺ ടെറസ് സൈഡിലേക്ക് പോകുന്ന ഭാഗമാണ് കാണുന്നത്. ഇങ്ങനെ ഇത് ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്ക് വിരിച്ചിടാൻ മേലേക്ക് പോകാവുന്നതുമാണ്. മേലെ ഷീറ്റ് ചെയ്തിരിക്കുകയാണ്, സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടി. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് 3 സൈഡിലായിട്ടാണ് ഡബിൾ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിന് മേലെയായിട്ടാണ്. ഇനി മറ്റൊരു ഭാഗം വരുന്നത് കയറി വരുന്ന എൻട്രൻസിന് സൈഡിലായിട്ടാണ്. ഇനി അടുത്ത സ്ഥലം വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിന് മേലെയായിട്ടാണ്. അപ്പം എല്ലാ സ്ഥലത്തേക്കും നമുക്കൊരു വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. മാത്രമല്ല മേലേക്ക്, അതായത് കയറി വരുന്ന ഫാസ്റ്റ് സീലിങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് വുഡിൻ്റെ ഒരു ടെക്സ്ചർ ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അതിവിശാലമായുള്ളൊരു ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. LED ലൈറ്റിൽ സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മേലെ. മാത്രമല്ല ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ജാളി ഡിസൈൻ വരുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയും കൂടിയാണ്. ഒരു റൗണ്ട് ഷേപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എടപ്പള്ളി സിറ്റിക്ക് നടുവിലായിട്ട് പ്രീമിയം കാറ്റഗറിയിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റാണ്. 5 സെൻറ്റ് 500 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത് 2,35,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. നിങ്ങളുടെ ലോൺ വർക്കിനും രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കിനും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഇതുകൂടാതെ ഇതുപോലുള്ള ഒരുപാട് പ്രീമിയം കാറ്റഗറിയിലുള്ള വീടുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിലിണങ്ങുന്ന വീടുകൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.